തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. ഞാനെണ്ണില്ല. 1, 2. I am sorry, Elia. I am sorry. I am sorry, Elia. I am sorry. അയ്യോ അത് കേട്ടിട്ടല്ലോ. ജഗതി പറയണല്ലേ? സലീംകുമാർ അല്ലേ? മനസ്സിലായി. ഇവിടുത്തെ കിട്ടി മനസ്സിലായി. സലീം കുമാർ അല്ലേ? അയ്യോ സിനിമയുടെ പേര് പറഞ്ഞാ മുണ്ടൂര് ആരോ അറിഞ്ഞിട്ട പേരാ. തിളക്കം പോയി അങ്ങനൊക്കെ പറയും. അതല്ലേ ചെങ്കിൾ അടിപൊളി. ഈ സത്യം അറിയണായിരുന്നു. പുലിവാൽ കല്യാണാണോ? തിളക്കോ? തിളക്കോ അല്ലേ? ആ നാട്ടിലെ പട്ടികളൊക്കെ വിളിക്കാറ്. ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം. ഓഹോ, ഞാൻ മറന്ന കഴിക്കാൻ അറിയാറുന്നത്. ജാവ വളരെ സിമ്പിളാണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ് അല്ലേ? അത് പ്രേമത്തിലല്ലേ? പ്രേമം സിനിമയില് പറഞ്ഞു നടൻ വിനോദ്. ആളുടെ പേര് പേരെന്താണ്? സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. ആ പേരില് ആളെനിക്കറിയാം. ഇവിടെ ഒരു സ്ഥലമുണ്ട്, പേര് ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഫോർട്ട് കൊച്ചി ബിനോയ. അയാളുടെ പേര് ചേർച്ചാവില്ല. പേരെന്താ? വിനയ് ഫോർട്ട്. അത് മറ്റേ വിനയ് ഫോർട്ട്. മനസ്സിലാവുന്നുണ്ടാവല്ലോ അഞ്ജലിക്ക്? മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ. ആ അത് കേട്ടിട്ടുണ്ട്. പപ്പു കുതിരവട്ടം പപ്പു പറയണല്ലേ? അയ്യോ സിനിമയുടെ പേരെന്തായിരുന്നു? മണിച്ചിത്രത്താഴ്. ഓ ഇപ്പൊ പറഞ്ഞല്ലോ. ഞാൻ മറന്നുപോയി. ആ സിനിമയുടെ പേര് നിൽക്കട്ടെ, ആലോചിക്കട്ടെ. അറിയില്ല. ഞാൻ അറിയാം, ഞാൻ ഓർമ്മിക്കട്ടെ. മറ്റേ മോഹൻലാലിന്റെ സിനിമ വെള്ളാനകളുടെ നാട്. ആ മറ്റേ വെള്ളാനകളുടെ നാട് അതല്ലേ? ഭയങ്കരം തന്നെ. സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. ആ നമ്മളെ മമ്മൂട്ടി. ഏത് സിനിമ? അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ. ദ കിങ്. അത് ദ കിങ് അല്ലേ? വട്ടാണല്ലേ? അറിയോ? ആ അത് ജഗതി പറയണ അല്ലേ? അതെ. വട്ടാണല്ലേ? ആ മോഹൻലാല്. ജഗതിയ. തിളക്കം അല്ല, തിളക്കല്ല, കിലുക്കം. ജഗതിയാണ്. ആ മോഹൻലാല പറയണ അല്ലേ? ശരിയാ. കിലുക്കത്തില് കിലുക്കല്ലേ? ആ മോഹൻലാൽ. സോറി മോഹൻലാൽ. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. അത് മമ്മൂട്ടി പറയണല്ലേ? അത് മമ്മൂട്ടി.
സിനിമയുടെ സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. എനിക്കറിയായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. ഓർമ്മയില്ല. സിനിമ അറിയോ? സിനിമ അറിയില്ല. വടക്കം വീരകഥ. ലാലേട്ടൻ. ആ ലാലേട്ടൻ. മോഹൻലാല്. സിനിമ നരസിംഹം. 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 നിന്റെ അച്ഛനാടാ പോൾ ബാർബർ. അശ്ശു. അല്ല കേട്ടിട്ടുണ്ട്, പക്ഷെ ക്ലൂ ആണോ? ഇച്ചിരി പഴയ പടം. ക്ലൂ ആണോ? നിന്റെ അച്ഛനാടാ പോൾ ബാർബറോ? കേട്ടിട്ടുണ്ടോ? ഡയലോഗ് കേട്ടിട്ടില്ല. ഇല്ല, കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടോ? എന്നാ പറ, ആരാ പറഞ്ഞു? പുതിയ പട പോൾ ബാർബർ അല്ല, പുതിയല്ല, കുറച്ച് പഴയ പടല്ലേ? കുറച്ച് പഴയ പടം. ഞാൻ കേട്ടിട്ടില്ല. ഈ പടം ഷൂട്ട് ചെയ്തത് ഒരു വിദേശ രാജ്യത്താണ്. മോഹൻലാലും വേറൊരു നടനായതുള്ളത്. ആ നടൻ പറയുന്ന ഡയലോഗാണിത്. എന്നിട്ട് ആ ഡയലോഗ് നിന്റെ അച്ഛനാടാ പോൾ ബാർബർ. ശ്രീനിവാസൻ പറയണത്. അറിയോ? അയ്യോ, മറ്റേ സിനിമയുടെ ഒരു ഇതല്ലേ, 3 സിനിമകളത്. അതന്നെ നാടോടിക്കാറ്റ്, ഒരെണ്ണം, ദൂരെ, അങ്ങനെ എന്തോ. രണ്ടാമത്തെ പട്ടണപ്രവേശം. അങ്ങ് ദൂരെ കടലും കടന്ന്. അല്ല, അതിന്റെ തന്നെ വേറൊരു ഒരു വാക്കാണ്. അതിന് അക്കരെ അക്കരെ അക്കരെ. പടത്തിന് വേറതാണ് അക്കരെ അക്കരെ അക്കരെ. ഇത് ഞാൻ ആലോചിച്ചുണ്ടാക്കിയതാട്ടാ, നിങ്ങൾ പറഞ്ഞതല്ല. അനിയ നിൽ. അനിയ നിൽ. പുതിയ പടാണോ അതോ പഴയതാ? അനിയനിൽ ജഗതി. ഞാൻ കേട്ടിട്ടില്ല. മനസ്സിലായി. ജഗതി പറയണോ? ജഗതിയാണ് പറയണത്. ഏത് സിനിമയിലാ പറഞ്ഞത്? സിനിമ അയ്യോ, മറ്റേ മാൻഡ്രാക്കുള്ള സിനിമ. മാൻഡ്രേക്കല്ല, പക്ഷെ അതിന്റെ തന്നെ ഒരു മലയാളം. കുമ്പിടി. അതന്നെ സിനിമയുടെ പേരെന്താ അറിയോ? സിനിമയുടെ പേര് പറഞ്ഞല്ലോ. നിങ്ങളുടെ നാട്ടില് ഒരു അമ്പലവുമായി ഉള്ളൊരു പടം. അതന്നെ എനിക്ക് മനസ്സിലായി. എനിക്ക് സിനിമയുടെ പേര് കിട്ടില്ലേ. നന്ദനാണോ? നന്ദനം എന്ന് പറഞ്ഞ പടത്തില്ലേ? നന്ദനം. നമ്മുടെ പൃഥ്വിരാജല്ലേ? അതന്നെ. പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞൻ ബ്രാഡ്ലി ഇവന്റെ പ്രൊഫസറായിരുന്നു. അത് അയ്യോ, അത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് മീശോന്നല്ലാണ്. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. തിലകം പറയണല്ലേ? മണിച്ചിത്രത്താഴം. അമ്പട കേമ സണ്ണി കുട്ട. പുതിയ പടത്തിലെ പുതിയല്ല, ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. അറിയോ? സ്വാമിക്ക് വെജിറ്റബിൾ. അതാരെ പറയാൻ അറിയാം. എനിക്ക് ചിക്കൻ കറി. ചിക്കൻ കറിയാ? ആരാ പറ. പപ്പണോ? എണിക്കണോ? എന്താ എണിക്കണോ? എന്തിന്? തന്നോട് ആരാ പറഞ്ഞേ? അല്ലല്ല, അല്ലേ? സ്വാമിക്ക് വെജിറ്റബിൾ കറി. തനിക്കോ? ജഗതിയാ? ചിക്കൻ കറി. അറിയില്ല. ആരാ? അത് ഇന്നസെന്റ്. വിയറ്റ്നാം കോളനി. പുരുഷന് ഇപ്പൊ യുദ്ധമൊന്നുമില്ലേ? ഞാൻ കേട്ടിരുന്നില്ല. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. പുരുഷന് യുദ്ധമൊന്നുമില്ലേ? പുരുഷട്ടാ. അപ്പോ എത്ര പറഞ്ഞറിയോ? വെറും
2 ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ബിബിൻ എത്ര പറഞ്ഞു? ഔട്ട് ഓഫ് 11 9 points to Vibin. താങ്ക് യു 9 questions. കറക്റ്റ് ആൻസർ പറഞ്ഞു വിപിനും സച്ചിനും ഒരേ പോയിന്റ്. താങ്ക് യു വിപിൻ 10 ഒമ്പാണോ പറഞ്ഞ? അല്ല 10 9 പറഞ്ഞാൽ വിപിൻ 11 9 പറഞ്ഞു. ഞാനും 11 പറഞ്ഞു. ഓക്കെ അതൊക്കെ മതി. 10 2 പറഞ്ഞ് നിഹാൽ കരുതലില്ല. സിനിമയായിട്ടൊക്കെ വാ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. എന്തോ എങ്ങനെ പുതിയൊരു സുഭാഷേ കുട്ടേട്ടാ വിളിക്ക്. ശരി നീ സുഭാഷ് വിപിൻ കുട്ടേട്ടാ വിളിക്കും. ഞാനെ കുട്ടേട്ടാന്ന് വിളിക്കാം. നീ സുഭാഷ് വിളിക്കും. ഞാൻ വിളിക്കാം സുഭാഷ്. സുഭാഷേ കുട്ടേട്ടാ. അത്യാഗ്രഹമാണെന്നറിയാം. ചോദിക്കുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ചെയ്തു തരുന്നതിനൊക്കെ പ്രതിഫലമായിട്ട് കരുതുകയും ചെയ്യരുത്. ഒന്ന് ഞാൻ പോകുന്നു. ബൈ ബൈ.